ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വം. ശക്തമായ കാറ്റും മഴയും കാരണം ഗോവയിൽ നിന്നും കടൽമാർഗം ഡ്രഡ്ജർ എത്തിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയായതിനാൽ 2 ദിവസം കൂടി കാത്തിരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഗോവൻ തീരത്ത് 2 ദിവസം കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുനായുള്ള തെരച്ചിലിൽ വീണ്ടും അനിശ്ചിതത്വം. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ 2 ദിവസം കൂടി കാത്തിരിക്കുവാനാണ് തീരുമാനം. ഗോവൻ തീരത്ത് 2 ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാറ്റ് അനുകൂലമല്ലെന്നാണ് വിലയിരുത്തൽ. ശക്തിയിൽ കാറ്റ് വീശുന്നത് ടഗ് ബോട്ടിൻ്റെ യാത്ര ദുഷ്കരമാക്കുവാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡ്രഡ്ജർ എത്തിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടായത്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഇന്ന് ഡ്രഡ്ജർ പുറപ്പെടുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. ഗംഗാവലിപ്പുഴയിൽ ടഗ് ബോട്ട് കൊണ്ടുവരുവാൻ തീരുമാനിച്ച യാത്രാവഴിയിലും വെള്ളത്തിൻ്റെ നിരപ്പ് കൂടുതലാണ്. ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയാണ് പുഴയിലെ ടഗ് ബോട്ടിൻ്റെ യാത്രാപാത നിശ്ചയിച്ചത്. 2 ദിവസത്തിനു ശേഷം കാറ്റും മഴയും ജലപാതയുടെ സ്ഥിതിയും അനുകൂലമെങ്കിൽ ടഗ് ബോട്ട് പുറപ്പെടും. ഇക്കാര്യം ഡ്രഡ്ജർ കമ്പനി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. ഗോവയിൽ നിന്നും ഷിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിക്കുവാൻ 30-40 മണിക്കൂർ സമയം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആകും തെരച്ചിൽ തുടങ്ങാനാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. നിലവിലെ കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് സെപ്റ്റംബർ 11 വരെ ഉത്തര കന്നഡ ജില്ലയിലും കർണാടകയുടെ തീരദേശ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഗംഗാവലിപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്താൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിനും അത് പ്രവർത്തിപ്പിക്കുന്നതിനും തടസ്സം നേരിട്ടേക്കും. കാർവാർ ആസ്ഥാനമായുള്ള സ്വകാര്യ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഡ്രഡ്ജറാണ് ടഗ് ബോട്ടിൽ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ എല്ലാ ചിലവുകളും വഹിക്കുവാൻ തയ്യാറാണെന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അർജുൻ്റെ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഷിരൂർ.